നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡ്രീം ജോബ് തന്നെയാണ് വാട്ടർ അതോറിറ്റിയിലുള്ളത്. അതുപോലെ തന്നെ പബ്ലിക്കുമായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് വാട്ടർ അതോറിറ്റി. അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉണ്ട് വാട്ടർ അതോറിറ്റിയിൽ. അപ്പോൾ നല്ല വർക്ക് ഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേമാണ് വാട്ടർ അതോറിറ്റി. എന്നാൽ LSTDയുമായി നോക്കുമ്പോൾ അത്ര പബ്ലിക് മീൻസ് ഒരു പൊളിറ്റിക്കൽ പ്രഷറും ഈ വാട്ടർ അതോറിറ്റിയിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ആരാംസെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നല്ലൊരു സന്തോഷത്തെ തരുന്ന ഒരു ഫേമാണ് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് എക്സാം നടന്നത് നമ്മുടെ 2023 അപ്പൊ അതിന്റെ അഡ്വൈസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ വർഷം തന്നെ ഏപ്രിൽ മാസമാണ്. അപ്പൊ ടോട്ടലി 125 അഡ്വൈസ് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി അഡ്വൈസ് പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. 2027 ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അപ്പൊ ഓപ്പൺ കാറ്റഗറിയിൽ ഇപ്പൊ 120 പോയിട്ടുണ്ട്. അപ്പൊ ടോട്ടലി നമ്മുടെ സാധാരണ എക്സാം പോലെ തന്നെ 100 മാർക്കിലാണ്. എന്നാൽ 50 മാർക്ക് സിവിലിന്റെ ഏരിയ ആണ്, 50 മാർക്ക് മെക്കാനിക്കലിന്റെ ഏരിയ ആണ്, 1/3 നെഗറ്റീവ് മാർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് 6, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 11 മാർക്ക്. ഇപ്പൊ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ടോട്ടലി 18 മാർക്കിനാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു 3 സബ്ജക്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിവിലുകാരും അതുപോലെ തന്നെ മെക്കാനിക്കലുകാരും ഒരുപോലെ പഠിക്കുന്ന ഈ 3 സബ്ജക്ട് ഏത്? എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്. നോക്കൂ, അതിന്റെ വെയിറ്റേജ് തന്നെ നോക്കൂ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് 11 മാർക്കും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് 18 മാർക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 7 മാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത്യാവശ്യം നല്ല ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. വളരെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ചൊരു ഹയർ ലെവലായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ സിവിൽ ടോപ്പിക്കിലോട്ടേക്ക് വരുമ്പോൾ സർവേയിൽ നിന്ന് 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള മാർക്കും. 8 മാർക്കിന് തന്നെയാണ് സർവേയിൽ നിന്ന് വരുന്നതെന്നാണ് പ്രഡിക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷവും സർവേയിൽ നിന്ന് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 2-ൽ നിന്നും 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് കോൺക്രീറ്റ് ടെക്നോളജി, നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു കോർ സബ്ജക്ട് ആണ് സിവിലിന്റെ. അപ്പൊ അതിൽ നിന്ന് 6 മാർക്കിനാണ് ചോദിച്ചത്. പൊതുവെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്റെ നിന്ന് നമ്മുടെ ഓവർസിയർ ലെവൽ എക്സാമിന് ആയിക്കോട്ടെ ഓവർസിയർ ആയിക്കോട്ടെ സാധാരണയായിട്ട് അത്ര വെയിറ്റേജ് കണ്ടുവരാറില്ല. അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റീൽ സ്ട്രക്ചറിലോട്ടേക്ക് ആഴത്തിലിറങ്ങി പോകാറില്ല. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിന് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റീൽ സ്ട്രക്ചർ പൊതുവെ കുട്ടികളൊക്കെ അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷെ നമുക്ക് 4 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റീൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ദെൻ RCC അപ്പൊ സിവിലിന്റെ തന്നെ ഒരു ഷൈൻ ചെയ്യുന്ന ഒരു സബ്ജക്ട് ആണ്, അല്ലെ കോർ സബ്ജക്ട് ആണ്. അപ്പൊ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ എസ്റ്റിമേഷൻ 11 മാർക്ക്. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഈ അടുത്ത കാലത്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിന്നും ഇത്ര കണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. നമ്മുടെ CPM, PERT, അതുപോലെ തന്നെ പ്രൊജക്ട് ക്രാഷിംഗ്, എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കുക, ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു അടുത്ത കാലത്താണ് അതിന്റെ ട്രെൻഡ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി സിവിലുകാരും മെക്കാനിക്കലുകാരും നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം 2 എഞ്ചിനീയറിംഗ് സ്ട്രീമിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട് ആണ്. കണ്ടില്ലേ, ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ 18 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പൊ കഴിഞ്ഞ വർഷം KSCBയും KWയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സബ്ജക്ട് വൈസ് മാർക്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. Then next, അടുത്തതായിട്ട് നമ്മുടെ സിവിലിന്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവുന്ന ഒരു ടൈപ്പ് സിലബസ്. പക്ഷെ ഇത്ര പാനിക് ആകാനൊന്നുമില്ല. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. കാരണം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണെങ്കിൽ ഞാനത് എന്തൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഓവർവ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ സർവേയിലോട്ടേക്ക് വരികയാണെങ്കിൽ 8 മാർക്കിനാണ് സർവേയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മെയിൻലി ടൈപ്സ് ഓഫ് സർവേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മിലിറ്ററി സർവേ, മൈൻ സർവേ, അതുപോലെ തന്നെ കഡസ്ട്രൽ സർവേ. ഓരോ 1 മാർക്ക് വെച്ചിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സർവേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവും. 1 മാർക്കിന് എന്തായാലും ഉണ്ടാകും. ദെൻ ലെവലിംഗിൽ എന്താ റെഡ്യൂസ് ലെവല് അല്ലെ, നമ്മൾ ആ
ഒരു ഇക്വേഷൻ ഉണ്ട്, റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, ദെൻ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഫോർ സൈറ്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 1-2 മാർക്ക് ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ദെൻ പാർട്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഡംബി ലെവല്, ടെലിസ്കോപ്പിക് ലെവലിന്, സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്രയാണ് ഹൈറ്റ് ഓഫ് സ്റ്റാഫ്, എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ലെവലിംഗിൽ നിന്ന് വരുന്നത് ഫീൽഡ് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെവലിംഗ് അല്ലെ, എന്തൊക്കെയാണ് ഫ്ലൈ ലെവലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ലെവലിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്, അപ്പൊ ആ പോയിന്റ് അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ തിയോഡലൈറ്റ് നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് തിയോഡലൈറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിൽ വരുന്ന പാർട്സുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്കറിയാം ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യുന്ന മെത്തേഡ്സ്, റിപ്പീറ്റേഷൻ മെത്തേഡ്, റീട്രേഷൻ മെത്തേഡ്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതെങ്ങനെയാണ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്, ഇന്നൊക്കെ ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യുന്നതൊക്കെ വളരെ റെയർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ സിലബസിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ വരുന്നത് എന്താണ്, കേഴ്സ് ആണ്. കേഴ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ആ ഒരു ഇക്വേഷൻസ് ഉണ്ടല്ലോ, മിഡ് ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ, ലെങ്ത് ഓഫ് ലോങ് കോഡ്, പിന്നെ അതുപോലെ തന്നെ ടാൻജന്റ് ലെങ്ത്, അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. ആ ഇക്വേഷൻസ് അത് തന്നെ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ട്രാൻസിഷൻ കർവിന്റെ റിക്വയർമെന്റ്, എന്തിനാണ് നമ്മൾ ട്രാൻസിഷൻ കേഴ്സ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ നമ്മുടെ അഡ്വാൻസ്ഡ് സർവേയിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS, അപ്പൊ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പഠിച്ചു വെക്കണം. എന്തായാലും ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ടാവും, കാരണം അത് അഡ്വാൻസ്ഡ് സർവേയിങ് ആണ്. സോ എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തിയോഡലൈറ്റിന്റെ കമ്പണൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ദെൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ടോട്ടൽ സ്റ്റേഷൻസ്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ EDM ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാണ്, ദെൻ നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് സെൻസിങ്, GPS, GIS, അതൊക്കെ പഠിക്കണം. അപ്പൊ എന്താണ് സിവിലിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എംഫസിസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽ ഞാൻ തരാം. ഈ സിലബസിന്റെ ഡിസ്കഷന് ശേഷം ഞാൻ തരാം ഏതൊക്കെയാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് സിവിലിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിട്ടുള്ളത്. അപ്പൊ മെയിൻലി നമ്മളൊന്ന് അബ്രിവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെവലിംഗ് ഉണ്ട്, ഫീൽഡ് ബുക്ക് ഒബ്സർവേഷൻസ്, റെഡ്യൂസ് ലെവൽ, അങ്ങനത്തെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, കോണ്ടൂറിംഗ് ആൻഡ് കോണ്ടൂർ പ്ലാൻസ് എന്നൊക്കെ റെയർലി മാത്രമേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. തിയോഡലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ മെഷർമെന്റ്സ്, അതുപോലെ ട്രിഗ്നോമെട്രിക് ലെവലിംഗ്, അതുപോലെ തന്നെ കേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS, റിമോട്ട് സെൻസിങ് ആൻഡ് ഫോട്ടോഗ്രാമെട്രി, ഇതിൽ നിന്നൊക്കെ ഓരോരോ മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത്രയാണ് നമ്മുടെ സർവേയിങ്ങിനെ സംബന്ധിച്ചിട്ട് വരുന്നത്. അതിനടുത്തത് ബിൽഡിംഗ്, പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്. അപ്പൊ ഇതിൽ നിന്നാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം നമ്മുടെ റൂൾസ് ആണ്. നമ്മളെ KMBR റൂൾ, KPBR റൂൾ, MBC, അപ്പൊ ഓരോന്നിലും എന്തൊക്കെയാണ് തന്നിട്ടുള്ള പോയിന്റ്സ്, ഓരോന്നിനും വ്യത്യാസമായിരിക്കും അല്ലെ. നമ്മുടെ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എത്രയാണ്, അതുപോലെ തന്നെ എത്രയാണ് ഓഫ്സെറ്റ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ പിന്നീട് വരുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എംഫസിസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഡെഫിനിഷൻസ് ആണ് അല്ലെ. ബിൽഡിംഗ് ബൈലോസിൽ വരുന്ന ഡെഫിനിഷൻസ്, നമ്മുടെ ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ റേഷ്യോ, കവറേജ്, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, അതുപോലെ തന്നെ എന്താ മെസനൈൻ ഫ്ലോറിന്റെ ഹൈറ്റ് എത്രയാണ്, ബേസ്മെന്റ് ഫ്ലോർ, റോ ഹൗസസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ്, അതൊക്കെ നമ്മുടെ ആ ഒരു റൂൾസിൽ തന്നെ വരുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള തന്നെയാണ്. അത് വിടാതെ തന്നെ പഠിക്കണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എന്തായാലും ചോദിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ സാനിറ്ററി ഫിക്സ്റ്റേഴ്സ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഇലക്ട്രിക്കൽ ലേഔട്ട്, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ സ്കിപ്പ് ചെയ്യരുത്, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പൊ KMBR, KPBR, MBC കോഡ് കറക്റ്റ് അരച്ച് കലക്കി കുടിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ കൺവെൻഷണൽ സയൻസ്, ബിൽഡിംഗ് ബൈലോസ്, പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫെയർ, കവറേജ്, അങ്ങനെയുള്ള കുറെ ടേംസ് ഉണ്ടല്ലോ അതിൽ വരുന്നത്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ്, സെറ്റ് ബാക്ക്, ഫ്രണ്ടേജ് എത്ര കൊടുക്കും, ബാക്ക് എത്ര കൊടുക്കും, അങ്ങനെയുള്ള സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഐഡിയ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് പ്ലാനിങ്ങിൽ നിന്ന് നമുക്ക് വരുന്നത്. പിന്നെ തേർഡ് മൊഡ്യൂളായിട്ട് വരുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പൊ നമുക്ക് ഒരു ഓവർസിയർ ലെവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നാണ്. ഇപ്പൊ AE ലെവൽ എക്സാമിന് പോലും ഇപ്പൊ ഓൾമോസ്റ്റ് 20 മാർക്കോളൊക്കെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രം ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ഞാൻ പറയുന്ന ഈ മെറ്റീരിയൽസ്, അതായത് ടിമ്പർ, അതുപോലെ തന്നെ ഡൈ, അതുപോലെ തന്നെ സ്റ്റോൺ,
ബ്രിക്ക്. ഈ 4 ബിൽഡിംഗ് മെറ്റീരിയലിനെ കുറിച്ച് എന്തായാലും പഠിക്കാതെ പോകരുത്. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബാക്കി സ്കിപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഈ 4 ബിൽഡിംഗ് മെറ്റീരിയൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ടിമ്പറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം IS കോഡ് ക്ലാസിഫിക്കേഷൻ ഇപ്പം ഈ റീസെന്റ് ചോദിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. അതിന്റെ IS കോഡിൽ നിന്നുള്ള ക്ലാസിഫിക്കേഷൻസ്. പിന്നെ എന്താ ഡിഫക്റ്റ് അല്ലെ, സീസണിങ് ഓഫ് ടിമ്പർ, ഡിഫക്റ്റ്, അതൊക്കെ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്രിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടൈപ്പ് ഓഫ് ബ്രിക്സ്, നമ്മുടെ ഓരോരോ അതുപോലെ തന്നെ ബ്രിക്കിൽ നിന്ന് അതിന്റെ മാനുഫാക്ചറിങ് വരാം, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബ്രിക്സ് വരാം. ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ബ്രിക്കില്. അതുപോലെ തന്നെ സ്റ്റോണ്, അതുപോലെ ലൈം, ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. പിന്നെ വരുന്നത് എന്താ, കോൺസ്റ്റൻസ് ഓഫ് ബ്രിക്ക് അറ്റ് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ബേൺ ക്ലേ ബ്രിക്ക്. അപ്പൊ ബ്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. പിന്നെ വരുന്നത് ഗ്രാനൈറ്റ്, മാർബിൾ, ക്ലേ ടൈൽസ്, സെറാമിക് ടൈൽസ്, ടൈൽസിന്റെ ഭാഗം, അതുപോലെ തന്നെ പ്ലൈവുഡ്, അതൊക്കെ ടിമ്പറിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്ലൈവുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ്, സോഡ ലൈം ഗ്ലാസ്, ലെഡ് ഗ്ലാസ്, ടഫൻഡ് ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്നുള്ള പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വാട്ടർ പ്രൂഫിങ്, ടെർമൈറ്റ് പ്രൂഫിങ്, തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, പിന്നെ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജീസ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ പെയിന്റ്, വാർണിഷ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വലിയൊരു സബ്ജക്റ്റ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ടോപ്പിക്കുകളുള്ള വലിയൊരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ലിൻഡല്, ഡോർസ്, വിൻഡോസ്, പാർട്സ് ഓഫ് ബിൽഡിംഗ്, സബ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ, അങ്ങനെ ഷോറിങ്, സ്കഫോൾഡിങ്, അങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ നിന്ന് പഠിക്കണം. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ഉണ്ട്, അതുകൂടി നിങ്ങൾ നോക്കിയിട്ട് പോകണം. ദാറ്റ് ഈസ് ലോഡ് ബിയറിംഗ് വാൾ സ്ട്രക്ചർ, ഫ്രെയിംഡ് സ്ട്രക്ചർ, കോമ്പോസിറ്റ് സ്ട്രക്ചർ, പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ. ഇപ്പൊ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പോവാം. അപ്പൊ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ സ്റ്റെയേഴ്സ്, റൂഫ് ആൻഡ് റൂഫ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക് സബ്ജക്റ്റിൽ നിന്ന് വരുന്നതാണ്. റൂഫിംഗ് മെറ്റീരിയൽസ്, ടൈപ്പ് ഓഫ് റൂഫ്, ഫ്ലാറ്റ് റൂഫ്, പിച്ച്ഡ് റൂഫ്, ടേംസ് യൂസ്ഡ് ഇൻ റൂഫ്, അതുപോലെ തന്നെ ട്രസ്, കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് 10 മാർക്കാണ് നമ്മുടെ സിലബസിൽ ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അപ്പൊ സ്റ്റോണ്, ടിമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോണ്, ടിമ്പർ, ലൈം, ബ്രിക്ക്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 മേജർ അതിന്റെ പില്ലേഴ്സ് ആണ്. അതെന്തായാലും പഠിക്കണം. ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, വാട്ടർ പ്രൂഫിംഗ്, then advanced construction techniques, prefabricated construction, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ വരുന്നത് കോൺക്രീറ്റ് ടെക്നോളജി. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് അതിൽ എന്താ വരുന്നത്, നമ്മുടെ സിമെന്റ് ഉണ്ട് അല്ലെ, മാനുഫാക്ചറിംഗ് ഓഫ് സിമെന്റ് ഉണ്ട്. ഏതൊക്കെ പ്രോസസ് വഴിയാണ് സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഡ്രൈ പ്രോസസ്, വെറ്റ് പ്രോസസ്, ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ്, എബ്രാംസ് ലോ ഓഫ് ഹൈഡ്രേഷൻ, ടൈപ്പ് ഓഫ് സിമെന്റ്, ഒരുപാട് ടൈപ്പ് ഓഫ് സിമെന്റും അതിന്റെ കറസ്പോണ്ടിങ് IS കോഡ്സും അറിഞ്ഞിരിക്കണം. IS കോഡ് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സിമെന്റിൽ വരുന്ന ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ, കൺസിസ്റ്റൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ഫൈൻനെസ് ടെസ്റ്റ്, ബ്ലെയിൻസ് എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ്, അതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് OPC, അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, അതൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ്, ലബോറട്ടറി ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഫൈൻനെസ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സ്റ്റോറേജ് ഓഫ് സിമെന്റ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ഓഫ് സിമെന്റ്, റാപ്പിഡ് ഹാർട്ടിംഗ് സിമെന്റ്, ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാമിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോ ഹീറ്റ് സിമെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കേരള PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് സിമെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പോർട്ട്ലാൻഡ് പോർസലാനോ, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, ഹൈ അലൂമിന ആൻഡ് വൈറ്റ് സിമെന്റ്. അതുപോലെ തന്നെ സിമെന്റ് വരുന്നത് നമ്മുടെ ബോക്സ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, ബോക്സ് കോമ്പൗണ്ട്, അതെന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്, അതൊക്കെ അതിൽ വരുന്നതാണ്. കോൺക്രീറ്റ് ടെക്നോളജിയുടെ ആ ഒരു പോർഷനിൽ വരുന്നതാണ്. ദെൻ അടുത്തതായിട്ട് നോക്കുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് ആണ് അല്ലെ. അഗ്രിഗേറ്റ് എന്താണ്, റിക്വയർമെന്റ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്, എന്താണ് ഒരു അഗ്രിഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ഷേപ്പ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ബൾക്ക് ഡെൻസിറ്റി, വാട്ടർ അബ്സോർപ്ഷൻ, ബൾക്കിംഗ്, ഫൈനസ് മോഡുലസ്, അതിന്റെ സോൺസ്, നമ്മൾ ഏത് സോൺ ആണ് നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, then അതിന്റെ കോഡൽ പ്രൊവിഷൻസ്, അതൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അഗ്രിഗേറ്റ് കഴിഞ്ഞാൽ വാട്ടർ, ക്വാളിറ്റി ഓഫ് വാട്ടർ, അതുപോലെ തന്നെ വാട്ടർ ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ, അതിന്റെ പെർമിസിബിൾ ലിമിറ്റ് ഫോർ സോളിഡ്സ്, ഒരു ടേബിൾ ഉണ്ട് അല്ലെ, എത്രയാണ് പെർമിസിബിൾ ലിമിറ്റ് നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ഒരു ടേബിളൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ തന്നെ കോൺക്രീറ്റിലോട്ടേക്ക് വരികയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് ആൻഡ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റ്. സിമെന്റിന്റെ പോലെ തന്നെ കോൺക്രീറ്റിലും ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ്, ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ അതിന്റെ മിക്സുകൾ ഉണ്ട്. നോമിനൽ മിക്സ്, സ്റ്റാൻഡേർഡ് മിക്സ്, ഡിസൈൻ മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സ് ഉണ്ട്. അതുപോലെ തന്നെ IS 456 ഒരു നമ്മുടെ മിക്സ് ഡിസൈൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് മനസ്സിലാക്കി വെക്കണം. അതിന്റെ സ്റ്റെപ്പ് ഒക്കെ മനസ്സിലാക്കി വെക്കണം. അതിൽ നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. അപ്പൊ അതും വിട്ട് കളയരുത്. ദെൻ വാട്ടർ സിമെന്റ് റേഷ്യോ, നമ്മുടെ ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ്, വർക്കബിലിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ സ്ലം ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് വർക്ക്സ്, അതുപോലെ തന്നെ ഓരോ വർക്കിനും എത്രയാണ് നമ്മുടെ സ്ലംബ് വാല്യൂ വരുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സെഗ്രിഗേഷൻ, ബ്ലീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ടെക്നോളജി അരച്ചു കലക്കി പഠിച്ചിട്ട് പോവുക. കാരണം വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സിവിലിനെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് കോൺക്രീറ്റ് ടെക്നോളജിയിൽ വരുന്നത്. പിന്നെ ജോയിന്റ്സ് ഇൻ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ, അതെന്തൊക്കെ ഒരു അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും നോക്കിയിട്ട് പോകണം. ടൈപ്സ് ഓഫ് ജോയിന്റ് ഒക്കെ നോക്കിയിട്ട് പോകണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ടോപ്പിക്കുകളാണ് കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, സെൽഫ് കോമ്പാക്ടിംഗ് കോൺക്രീറ്റ്, അതൊക്കെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ആയി വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പൊ അതും ഓരോ 1-2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നോക്കിയിട്ട് വരിക. എക്സാമിന് പോകുമ്പോൾ നന്നായിട്ട് നോക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ട് കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ ടെസ്റ്റ്, റീബൗണ്ട് ഹാമർ ടെസ്റ്റ്, പൾസ് വെലോസിറ്റി ടെസ്റ്റ്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും, അതിൽ വരുന്ന പോയിന്റുകളൊക്കെ നോക്കണം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമെന്റ്, എഗ്രിഗേറ്റ്സ്, വാട്ടർ, മിക്സ് ഡിസൈൻ, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷൻസ്, ജോയിന്റ്സ്, അഡ്മിക്സ്റ്റേഴ്സ്, കോൺക്രീറ്റിന്റെ ടെസ്റ്റിംഗ്, സിമെന്റിന്റെ ടെസ്റ്റിംഗ്, വാട്ടർ പ്രൂഫിങ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായ ടോപ്പിക് എന്ന് പറയുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗും നമ്മുടെ ഓവർസിയർ ലെവൽ എക്സാമിന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ മെയിൻലി നമ്മുടെ സീസൺസ്, റാബി സീസൺ, ഖാരിഫ് സീസൺ, സെയ്ദ് ക്രോപ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്രോപ്പുകൾ ഉണ്ടല്ലേ. അതിന്റെ ക്രോപ്പ് പീരിയഡ്, ബേസ് പീരിയഡ്, ഡ്യൂട്ടി ഡെൽറ്റ ഇക്വേഷൻ, ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു 864B/D, ആ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ. ഡ്യൂട്ടി ഡെൽറ്റ വരുന്ന ഒരു റിലേഷൻ, അത് പിന്നെ കമാൻഡ് ഏരിയ, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, നമ്മുടെ ഡ്യൂട്ടിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഓരോ ഫാക്ടേഴ്സ് വരുമ്പോൾ അത് എങ്ങനെയാണ് ഡ്യൂട്ടി എഫക്ട് ചെയ്യുന്നത്. എവിടെയാണ് ഡ്യൂട്ടി കൂടുതലായി ഉണ്ടാവുന്നത്, എവിടെയാണ് നമ്മുടെ പാടത്താണോ അതോ നമ്മുടെ ഡാം കനാലിലോട്ടേക്ക് വരുന്ന ഭാഗത്താണോ, എവിടെയാണോ ഡ്യൂട്ടി കൂടുതൽ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഡാം, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, എർത്തൻ ഡാം, ഗ്രാവിറ്റി ഡാം, പിന്നെ എർത്തൻ ഡാം ആൻഡ് സ്പിൽവേ, അതിന്റെ കമ്പോണൻസ്, അതിന്റെ ഫംഗ്ഷൻ, പിന്നെ അതിന്റെ ക്രോസ് സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡിസൈൻ ഒന്നും വരാൻ സാധ്യതയില്ല. ഡിസൈൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. തിയറി ഭാഗങ്ങളായിരിക്കും വരുന്നത്. ഇപ്പൊ ഗ്രാവിറ്റി ഡാം, അതിന്റെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ മനസ്സിലാക്കി വെക്കുക. അതുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജ് ഗാലറി, സ്പിൽവേ, അതിന്റെ ഡെഫിനിഷൻ, ഫംഗ്ഷൻ, എനർജി ഡിസിപ്പേറ്റേഴ്സ്, അതിനെ കുറിച്ചൊക്കെ നോക്കുക. പിന്നെ ഡൈവേർഷൻ ഹെഡ് വർക്ക്, അതിന്റെ ലേഔട്ടുകൾ. അപ്പൊ ലേഔട്ടിൽ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻ വൈസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, അതിന്റെ കമ്പോണൻസ്, പാർട്സ്. പിന്നെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ അക്വഡക്ട്, സൂപ്പർ പാസേജ്, കനാൽ, സൈഫൺ അക്വഡക്ട്, ലെവൽ ക്രോസിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ആ ഒരു ഏരിയയിൽ നിന്ന്. പിന്നെ വിയറും ബാരേജ് നമ്മുടെ ഡിഫറൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. കനാൽ റെഗുലേറ്റേഴ്സ്, ഹെഡ് റെഗുലേറ്റേഴ്സ്, ക്രോസ് റെഗുലേറ്റേഴ്സ്, നമ്മുടെ എസ്കേപ്പേഴ്സ്, സിൽട്ട് എക്സ്ക്ലൂഡർ, സിൽട്ട് റിജക്ടർ, അതൊക്കെ എവിടെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ മൊഡ്യൂൾസ് ഉണ്ടല്ലോ, നമ്മുടെ റിജിഡ് മൊഡ്യൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇറിഗേഷൻ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ക്രോപ്പ് വാട്ടർ റിക്വയർമെന്റ്, ക്രോപ്പിംഗ് സീസൺ, പിന്നെ ഡ്യൂട്ടി, ഡെൽറ്റ, കമാൻഡ് ഏരിയ ആൻഡ് ഇന്റൻസിറ്റി, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഗ്രാവിറ്റി ഡാം, എർത്തൺ ഡാം, സ്പിൽവേ, പിയേഴ്സ്, ബാരേജ്, എസ്കേപ്പ്, അക്വഡക്ട്, സൈഫൺ അക്വഡക്ട്, സൂപ്പർ പാസേജ് ആൻഡ് ലെവൽ ക്രോസിംഗ്, അത് എപ്പോഴും ചോദിച്ചിട്ടുള്ള ആ ഒരു ഏരിയ ആണത്. അപ്പൊ അത് എന്തായാലും നോക്കിയിട്ട് പോവുക, സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. പിന്നെ വരുന്നതാണ് സ്ട്രക്ചറൽ ഡിസൈൻ. ഇപ്പൊ സ്ട്രക്ചറൽ ഡിസൈൻ നിങ്ങൾ കൂടുതലായിട്ട് ഒരു പ്രോബ്ലം വൈസ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. മെയിൻ ആയിട്ട് IS കോഡൽ പ്രൊവിഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IS കോഡൽ പ്രൊവിഷൻസ്, നമ്മുടെ ബീമിൽ വരുന്നത്, സ്ലാബിൽ വരുന്നത്, കോളത്തിൽ വരുന്നത്, ഫൗണ്ടേഷനിൽ വരുന്നത്, അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ലിബർ ആമിന്റെ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ,
നമ്മുടെ FP250 എത്രയാണ്, FP450, ഓരോ ഗ്രേഡിനനുസരിച്ച് ഇക്വേഷൻസ് ഉണ്ടല്ലോ, MUയുടെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, 0.148 BD² അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഠിക്കണം. പിന്നെ വരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ്, ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെങ്ത്, സ്റ്റേറ്റ് ഡിസൈൻ മെയിൻ ആയിട്ട് നോക്കുക. പിന്നെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ, ഓവർ റീൻഫോഴ്സ്ഡ് ആണോ, ബാലൻസ്ഡ് ആണോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബീമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാന്റിലിവർ ബീം, കണ്ടിന്യൂസ് ബീം. അപ്പൊ അതൊക്കെ മെയിൻ ആയിട്ട് സിംപ്ലി സപ്പോർട്ടഡ് തന്നെ കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ കണ്ടിന്യൂസ് ബീമും കാന്റിലിവർ ബീമും ഒക്കെ എങ്ങനെയാണ് നോക്കി വെക്കുക. അത്രയാണ് ബീമിൽ നിന്ന് വരുന്നത്. പിന്നെ സ്ലാബിലോട്ടേക്ക് വരുമ്പോൾ 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, അതിന്റെ റേഷ്യോസ് L/D റേഷ്യോ, ആ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, L/D റേഷ്യോ ഒരു വാല്യൂ തന്നിട്ടുള്ള അതൊക്കെ നോക്കും. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്, നോമിനൽ ഷിയർ സ്ട്രെസ് എത്രയാണ് വരിക, ടോവി, ടോസി, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, ടോവി ലെസ് ദാൻ ടോസി, ടോവി ഗ്രേറ്റർ ദാൻ ടോസി, ടോസി മാക്സ് ഏതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടോസി മാക്സ് നമുക്കറിയാം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടോസി ഡിപ്പെൻഡ് ചെയ്യുന്നതോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ. അപ്പൊ അത്തരത്തിലുള്ള IS കോഡൽ ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബോണ്ട്, ഡെവലപ്മെന്റ് ലെങ്ത്, ബോണ്ട്, ടോബിഡി വാല്യൂസ്, ഓരോ ഗ്രേഡിനനുസരിച്ച് എത്രയാണ് ടോബിഡി വാല്യൂസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ്, ജസ്റ്റ് എന്താണ് ഇക്വേഷൻസ്. അപ്പോ അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ HOSD ബാർ വരികയാണെങ്കിൽ, കംപ്രഷനിൽ എത്ര, ടെൻഷനിൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആണ് ഡെവലപ്മെന്റ് ലെങ്ത്തിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, അതൊന്നും അത്ര കൂടുതലായിട്ട് പഠിക്കാനില്ല നമുക്ക്. ആ ഒരു ഇക്വേഷൻസ് മാത്രമാണ് അതിൽ വരുന്നത്. നമ്മുടെ L/D റേഷ്യോ വെച്ചിട്ട് എത്രയാണ്, സ്പാൻ ലെങ്ത് വെച്ചിട്ട് എത്രയാണ് L/D റേഷ്യോ വരുന്നത്, അതൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഡിസൈൻ ഓഫ് സൺഷെയ്ഡ് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസൈൻ ഓഫ് സൺഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും ഡിസൈൻ ഓഫ് സൺഷെയ്ഡിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ വരുന്നത് കോളംസിന് ഷോർട്ട് കോളത്തിന്റെ ഇക്വേഷൻ അത് PU = 0.4 FCK AC + 0.67, ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ പഠിച്ചു നോക്കും. പ്രോബ്ലംസ് ഒന്നും വരാൻ സാധ്യതയില്ല. ആൻഡ് കോളത്തിന്റെ കോഡൽ പ്രൊവിഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. എത്രയാണ് മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ വരുന്നത്, എത്രയാണ് മാക്സിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ വരുന്നത്. കോളം മാത്രമല്ല, ബീം, സ്ലാബ്, കോളം, ഫൗണ്ടേഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ, മാക്സിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് IS കോഡൽ പ്രൊവിഷൻസ് തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് വരാനില്ല. പിന്നെ കോളം ഫൂട്ടിങ്, ഫൗണ്ടേഷനിൽ ഇതുപോലെ തന്നെ കുറച്ച് IS കോഡൽ പ്രൊവിഷൻസ് തന്നിട്ടുണ്ട്, അത് നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ്, എത്രയാണ് അതിന്റെ സ്പേസിംഗ് വരുന്നത്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് വരുന്നതെങ്കിൽ എത്രയാണ് അതിന്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയിലെ വ്യത്യാസം. 5% ഇൻക്രീസ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള IS കോഡിൽ കുറച്ച് എംഫസിസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അത്രയാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരാനുള്ളത്. അടുത്തത് ക്വാണ്ടിറ്റി സർവേയിൽ ഒരുപാട് മെയിൻ ആയിട്ട് കുറെ ഡെഫിനിഷൻസ് ആണ് നമുക്കുള്ളത് അല്ലെ. എസ്റ്റിമേറ്റ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആണ് നമുക്കുള്ളത്. പിന്നെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. 11 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റി സർവേയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്രയും നന്നായിട്ട് ആ ഒരു സബ്ജക്ട് തറവായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്താണ്, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് എന്താണ്, അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഓരോ സ്പെസിഫിക്കേഷൻസ് ആൻഡ് യൂണിറ്റ്, ഐറ്റം ഓഫ് വർക്ക്, എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്രയാണ് യൂണിറ്റ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്ട് ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 11 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന്. അതുപോലെ തന്നെ വാല്യുവേഷൻ, ഡെഫിനിഷൻ ഓഫ് വാല്യുവേഷൻ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതുപോലെ സ്ക്രാപ്പ് വാല്യൂ, സാലറേജ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ, സിങ്കിങ് ഫണ്ട്, ആനുവിറ്റി, ഡിപ്രിസിയേഷൻ. അപ്പൊ ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് ആണ്. സ്ക്രാപ്പ് വാല്യൂ ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സാലറേജ് വാല്യൂ, ഡിപ്രിസിയേഷൻ എന്താണ്, ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ്, അതത്ര ചെറിയ അത്ര ഡീപ്പായിട്ടുള്ളതല്ല, ഈ ലെവൽ അല്ലെങ്കിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, ലീഡ്, ലിഫ്റ്റ്, കണ്ടിജൻസീസ്, ക്വാണ്ടിറ്റി, ടേക്ക് ഓഫ്, റേറ്റ് അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നത്.
ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ഒരുപാട് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീസെന്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പൊ CPM, പേർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോട്ട് എന്താണ്, അതുപോലെ തന്നെ പ്രൊജക്ട് ക്രാഷിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, T0 + 4Tm + TP/6 എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. അതുപോലെ വാരിയൻസ്, ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ഇല്ലെങ്കിൽ സിമ്പിൾ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. മെയിൻ ആയിട്ട് അത് തന്നെ, ബാക്കിയുള്ളതിൽ നിന്ന് അത്ര കണ്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് നമ്മുടെ ഈ ബാർ ചാർട്ട്, നെറ്റ്വർക്ക് മോഡൽ, എന്താണ് CPM, പെർട്ട്, ഇപ്പൊ ഓരോ ആക്ടിവിറ്റി തരും. ഇപ്പൊ ഇത് CPM-ലാണോ പേർട്ടിലാണോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ ബാർ ചാർട്ട്, CPM ആൻഡ് പേർട്ട്, ദെൻ പ്രൊജക്ട് ക്രാഷിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡെലിഗേഷൻ പവേഴ്സ്, നമ്മൾ മെയിൻലി ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ AXയുടെ, EEയുടെ, പിന്നെ SCയുടെ, CEയുടെ ഒക്കെ എത്ര പവറാണ് അവർക്ക് ASഉം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും നൽകാൻ കഴിയാന്നുള്ള ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വെക്കണം. എത്രയാണ് ഒരു ഡെലിഗേഷൻ പവർ വരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊന്നും അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്ട് ക്രാഷിംഗിൽ നിന്നും CPM, പേർട്ട്, അതുപോലെ തന്നെ ടോട്ടൽ ഫ്ലോട്ട്, ഇന്റർമീഡിയറ്റ് ഫ്ലോട്ട്, ഇന്റർഫറൻസ് ഫ്ലോട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അപ്പൊ ഇത് ഈ ഒരു സബ്ജക്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ഇപ്പൊ എക്സാം പ്രിപ്പറേഷൻ ഫോക്കസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിവിലിൽ നിന്ന് 50 മാർക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹൈ മാർക്ക് മൊഡ്യൂൾസ് ഏതാന്ന് വെച്ചിട്ട് വേണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. സർവേയിൽ നിന്ന് 8 മാർക്ക്, ക്വാണ്ടിറ്റി സർവേയിൽ നിന്ന് 8 മാർക്ക്, അതുപോലെ ഇറിഗേഷൻ ആൻഡ് കോൺക്രീറ്റ് ടോപ്പിക്സ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഗ്രേഡിനൊക്കെ ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത്, കാരണം സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരുപോലെ വരുന്ന ടോപ്പിക്കുകളാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും. അപ്പൊ അത് നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ സ്ട്രക്ചറിന്റെ സിവിലിന്റെ കോർ സബ്ജക്റ്റ് ആയ RCC, സ്ട്രക്ചറൽ ഡിസൈൻ, ക്വാണ്ടിറ്റി സർവേയിങ്, അതുപോലെ തന്നെ AutoCAD അങ്ങനെയുള്ള ഡ്രോയിങ് അയച്ച സബ്ജക്റ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. സർവേയിങ് ഇൻസ്ട്രുമെന്റും അതിന്റെ കൺസ്ട്രക്ഷൻ ടെർമിനോളജി ഒക്കെ നോക്കുക. മെയിൻലി നമ്മുടെ ഒരു വാസ്റ്റ് സിലബസ് ആണ് സിവിലിന് തന്നിട്ടുള്ളത്. ഇപ്പൊ പ്രൈമറി ചെക്ക് ലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ സിലബസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം വാരി വലിച്ച് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഫ്രെയിമിനുള്ളിൽ കിടക്കുന്ന ആ ഒരു ടോപ്പിക് അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു കോച്ചിങ് എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ I+ നല്ലൊരു കോച്ചിങ്ങിൽ ആ ഒരു വെൽ സ്ട്രക്ചേർഡ് കോച്ചിങ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് ഒക്കെ നന്നായിട്ട് കാണുക, നന്നായിട്ട് സബ്ജക്റ്റ് ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇപ്പൊ ടോപ്പിക് വൈസ് നമ്മൾ സർവേയിങ് നോക്കുകയാണെങ്കിൽ ലെവലിൽ നമുക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാം. ഡിഫറൻഷ്യൽ ലെവലിംഗ്, ഫ്ലൈ ലെവലിംഗ്, സ്റ്റാഫ് റീഡിംഗ് ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ ചെയിൻ സർവേയിൽ നിന്ന് 2 മാർക്ക്, റേഞ്ചിങ്, ഓഫ്സെറ്റ്, ഒബ്സ്റ്റക്കിൾസ് ഇൻ ചെയിൻ സർവേയിങ് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും. GPS 1 മാർക്കാണ് സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. മോഡേൺ പൊസിഷനിങ് ആൻഡ് സാറ്റലൈറ്റ് ബേസ്ഡ് സർവേയിങ് അങ്ങനത്തെ ടോപ്പിക്സിൽ നിന്ന് 1 മാർക്കാണ് വന്നിട്ടുള്ളത്. തിയോഡലൈറ്റ് അതുപോലെ തന്നെ 1 മാർക്ക്, കേഴ്സിൽ നിന്നൊക്കെ 1 മാർക്കാണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേൺ കണ്ടുവരുന്നത്. ഇപ്പൊ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് സബ്ജക്ട്, അപ്പൊ നമ്മൾ പറഞ്ഞ സർവേയിൽ നിന്ന് 8 മാർക്കാണ്. അപ്പൊ ഞാനിവിടെ എന്ന് കൊടുത്തിട്ടുള്ളത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെവലിംഗും റെഡ്യൂസ് ലെവൽ കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർമെന്റ്, കോർഡിനേറ്റ്സ് ആൻഡ് ട്രിഗ്നോമെട്രിക് ലെവലിംഗ്. ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സർവേയിങ്. പിന്നെ വരുന്നതാണ് നമ്മുടെ കേർവ്സും മോഡേൺ സർവേയിങ് എക്യുപ്മെന്റ്, ടോട്ടൽ സ്റ്റേഷൻ, EDM ഒക്കെ. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടതാണ് GPS, GIS, റിമോട്ട് സെൻസിങ്ങും ഫോട്ടോഗ്രാമെട്രി ഒക്കെ. അപ്പൊ ഈ ഒരു ഓർഡറിൽ വേണം സർവേയിൽ നിന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മുടെ ഹയസ്റ്റ് സിവിൽ വെയിറ്റേജ് വരുന്ന ഒരു പോർഷനാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിക്ക് ആൻഡ് ബ്രിക്ക് മേസൺറി, അതുപോലെ തന്നെ ബിൽഡിംഗ് കമ്പണൻസ്, ഫൗണ്ടേഷൻ, ഡോർസ് ആൻഡ് വിൻഡോസ്, റൂഫ്സ്, സ്റ്റോൺ, ടിമ്പർ, ലൈവ്, അത്രയും പോർഷൻസിനാണ്. പിന്നെ വരുന്നതാണ്, പിന്നെ അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആൻഡ് സ്ട്രക്ചർ, ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, ഗ്ലാസ് ആൻഡ് മെറ്റൽസ്,
അതുപോലെ വാട്ടർ പ്രൂഫിങ്, ടെർമൈറ്റ് പ്രൂഫിങ്, പെയിന്റ് ആൻഡ് ഫിനിഷസ്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ സിലബസിൽ കണ്ട ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രോ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ജസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്, കാരണം അത്ര കണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടില്ല. പക്ഷെ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് നോക്കണം, കാരണം നമ്മുടെ സ്റ്റീൽ ഡിസൈനും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, അതൊന്ന് നോക്കി വെക്കണം. കോൺക്രീറ്റ് ടെക്നോളജിയിലോട്ടേക്ക് പോവുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ എംഫസിസ് ചെയ്ത് പഠിക്കേണ്ടത് സിമെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ അഗ്രിഗേറ്റിന്റെ ഗ്രേഡിംഗ്, വാട്ടർ സിമെന്റ് റേഷ്യോ, വർക്കബിലിറ്റി ആൻഡ് അതിന്റെ ടെസ്റ്റുകൾ, ആൻഡ് ഫ്രഷ് ആൻഡ് ഹാർഡ് ആൻഡ് കോൺക്രീറ്റ് വരുന്ന ടെസ്റ്റുകൾ. പിന്നീട് നോക്കേണ്ടതാണ് കോൺക്രീറ്റിലെ ഓപ്പറേഷൻസ്, കട്ട്മിസ്റ്റേഴ്സ്, സ്പെഷ്യൽ കോൺക്രീറ്റ്, ഡ്യൂറബിലിറ്റി ആൻഡ് ഇംപെർമിയബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ. ദെൻ NDT, UPV ടെസ്റ്റ്, വാട്ടർ പ്രൂഫിംഗ്, ഹോട്ട് ഓർ കോൾഡ് വെതറിംഗ് കോൺക്രീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നോക്കിയിട്ട് ഓടിച്ചൊക്കെ പോയാൽ മതി. പിന്നെ ക്വാണ്ടിറ്റി സർവേയിങ്, അതിൽ കാൽക്കുലേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, RCC, ബീം, സ്ലാബ്, കോളത്തിലൊക്കെ എങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാർ ബെൻഡിങ് ഷെഡ്യൂളും ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ വരുന്നതാണ് റേറ്റ് അനാലിസിസ്, CPWD ഡാറ്റ, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, റൂൾസ്, അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്, ലീഡ്, ലിഫ്റ്റ്, കണ്ടിജൻസീസ് ഒക്കെ വരുന്നത്. പിന്നെയാണ് വാല്യുവേഷൻ, ഡിപ്രിസിയേഷൻ, ലാൻഡ് വാല്യുവേഷൻ, സാൽവേജ്, സ്ക്രാപ്പ്, മാർക്കറ്റ് വാല്യൂ. ഇതൊക്കെ ഒരു ഡെഫിനിഷൻസ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി, അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ആ ഒരു ഡെഫിനിഷൻ ഭാഗത്ത് മാത്രം. പിന്നെ സ്ട്രക്ചറൽ ഡിസൈനിൽ വരുന്നത് ഫോർമുലാസും പിന്നെ അതിന്റെ ഡിസൈൻ കൺസെപ്റ്റും ആണ്. ഇൻസ്റ്റേറ്റ് ഡിസൈൻ, അതുപോലെ തന്നെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ്, സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീംസ്, ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം, പിന്നെ ഷിയർ, ബോണ്ട്, ഡെവലപ്മെന്റ് ലെങ്ത്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നോക്കിയിട്ട് പോകേണ്ട കാര്യം. പിന്നെ ഫ്ലാഞ്ചഡ് ബീംസിലോട്ടേക്ക് കടന്നാൽ മതി. പിന്നെ ഡിഫ്ലക്ഷൻ ആൻഡ് സ്റ്റിഫ്നെസ്, 1 way or 2 way സ്ലാബ്, സ്റ്റെയർ കേസിൽ അങ്ങനെ ഡിസൈൻ വൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. പിന്നെ കോളംസ്, അതിന്റെ സ്ലെൻഡർനെസ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, തിയറി, അത്രയും പോർഷൻസ് നോക്കുക. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPMN പുറത്ത് തന്നെയാണ്. നെറ്റ്വർക്ക് മോഡല്, പിന്നെ ഫ്ലോട്ട്, ക്രിട്ടിക്കൽ പാത്ത്. ഏതാണ് ക്രിട്ടിക്കൽ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വെച്ചിട്ട് ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. പിന്നെ പ്രൊജക്ട് ക്രാഷിങ്, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ടെൻഡറിങ്ങും, ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റും, കോൺട്രാക്ട് പ്രൊസീജിയറും, ക്വാളിറ്റി കൺട്രോളൊക്കെ. പിന്നെയാണ് സ്റ്റോർസ് മാനേജ്മെന്റ്, ABC ഓർ VD, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അത് നോക്കിയിട്ട് മാത്രം പോയാൽ മതി. ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ കവർ ചെയ്യേണ്ടതാണ് ബിൽഡിംഗ് ബൈലോസും സേഫ്റ്റി. അതുപോലെ തന്നെ കുറെ ഡെഫിനിഷൻസ് ഉണ്ട്, പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, FAR, കവറേജ്, ബിൽഡിംഗ് ലൈൻ ആൻഡ് സെറ്റ് ബാക്ക്, അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ, പ്ലാനിംഗ് റിക്വയർമെന്റ് ഒക്കെ. പിന്നെ പ്ലംബിംഗ് ലേഔട്ട്, സാനിറ്ററി ഫിക്സ്റ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഇലക്ട്രിക്കൽ ലേഔട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി, അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല. റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സബ്ജക്ട് തറവായിട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 6 months ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിൽ നന്നായിട്ട് സബ്ജക്ട് തറവായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു നോട്ട് ഉണ്ടാക്കണം. നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലാസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റും ആയിട്ടുള്ള നോട്ട്. അപ്പൊ ഈ ഒരു നോട്ട് എന്ന് പറയുന്നത് ഡെയിലി റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്കതിൽ ഓർമ്മയിൽ നിൽക്കുള്ളൂ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെച്ചാൽ പ്രോബ്ലംസ്, നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ MCQs ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് അല്ലെ PSC എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതിനാണ് നമ്മുടെ I+ന്റെ ക്ലാസ്സസ് ഉള്ളത്. ക്ലാസ് നന്നായിട്ട് കാണുക. അപ്പൊ നമ്മൾ തന്നെ MCQസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസിന് തരുന്നുണ്ട്, അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ആ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കുക. എല്ലാവരും നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് കണ്ട് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ വരിക, നല്ലൊരു ഡ്രീം ജോലി വാങ്ങിക്കുക. അത്രയാണ് പറയാനുള്ളത്.